സംസാരിച്ചു. ഇത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ തന്നെയാണ് മനുഷ്യനെ കൊണ്ട് ആവശ്യമില്ലാത്ത വേലകൾ ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇവിടെ GST നിയമം വന്നിട്ടുണ്ട്. 2017 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കിയാണ് GST നിയമം. ആ GST നിയമത്തിനകത്തുള്ള ഒരുപാട് പോരായ്മകളും പാകപ്പിഴകളും ഉണ്ട്. ഇതൊന്നും പരിഹരിക്കാനായിട്ട് ഈ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ നികുതി വേണം. നികുതി വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലെ പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നികുതി എന്ന് പറയുന്ന സാധനം എടുത്തു കളഞ്ഞിട്ട് ഓരോ വ്യക്തികളും ഓരോ ദിവസവും 10 രൂപ വീതം ട്രഷറി കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് അടയ്ക്കത്തില്ല. അപ്പൊ വിൽപ്പന നികുതിയും ആദായ നികുതിയും ഉള്ള ആ നികുതി നിയമങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ നികുതിയിലൂടെ ലഭിക്കുന്ന പണമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതം വെച്ച് കൊടുക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം വീതം വെച്ച് കൊടുക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് വരുമാനം വീതം വെച്ച് കൊടുക്കുന്നത്. ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ തന്നെ കെജ്രിവാൾ ഇന്ന് ബീഹാർ ജയിലിലായതിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്ന മോഹൻദാസ് ആം ആദ്മിയുടെ ആദ്യകാല പ്രവർത്തകനാണ്. എന്തായാലും എനിക്ക് മോഹൻദാസിനും എറണാകുളത്ത് വെച്ച് കെജ്രിവാളിനെ കാണാനുള്ളൊരു ഭാഗ്യം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് മുമ്പ് IRS ഉദ്യോഗസ്ഥനായി ഡൽഹിയിലെ ഇന്ത്യൻ നാഷണൽ ജോയിന്റ് കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എറണാകുളത്ത് വെച്ച് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വിവരാവകാശ പ്രവർത്തകരൊക്കെ കൂടി കെജ്രിവാളിന് ഒരു സ്വീകരണം നൽകി എറണാകുളം ചാവറ കൾച്ചറൽ സെന്റർ. അന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഇത് ഇന്ത്യയുടെ വരാൻ പോകുന്ന ഒരു ശബ്ദമാണ്. ഈ കൊച്ചു മനുഷ്യൻ എന്തൊക്കെ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. അന്ന് ഞങ്ങൾ ചിന്തിച്ചത് തെറ്റായിരുന്നില്ല, അതൊരിക്കലും തെറ്റത്തുമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ള മറ്റൊന്നുമില്ല, നമ്മൾ ഇന്നിവിടെ ഈ ഇരിക്കുന്ന ഈ സ്ഥലം, ഇതിന്റെ മുമ്പിൽ ഒരു കെട്ടിടമുണ്ട്, നിങ്ങൾ കണ്ടല്ലോ, കോട്ടയം നഗരസഭയുടെ ആസ്ഥാനമാണ്. നേരെ നോക്കിയാൽ ജനസേവന കേന്ദ്രം എന്നൊരു ബോർഡ് കാണാം. അത് ജനസേവന കേന്ദ്രമല്ല, ജനദ്രോഹ കേന്ദ്രമാണ്. ഈ ജനദ്രോഹ കേന്ദ്രത്തിൽ ചൂല് വിപ്ലവം നമ്മൾ സൃഷ്ടിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. ഇത് കോട്ടയം നഗരസഭയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കും പോകണം. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി പഞ്ചായത്തുകളിലേക്ക് നഗരസഭകളിലേക്ക് നമുക്ക് മാർച്ച് ചെയ്യണം. നമുക്ക് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ആരംഭിക്കാം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നമുക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നേരെ കയറി പാർലമെന്റിലേക്കൊന്നും മത്സരിക്കാനുള്ള നമ്മൾ നീക്കണ്ട. അതൊക്കെ നമ്മൾ മത്സരിച്ചു. 2014 നമ്മൾ മത്സരിച്ചു. 2014 കേരളത്തിൽ 10-12 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. അതിൽ അഭിമാനകരമായ നേട്ടം കൊയ്ത മണ്ഡലമാണ് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലം. അതിന്റെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോ 3.5 ലക്ഷം രൂപയാണ് ആകെ ചെലവ്. ഉപയോഗിച്ച് ഞാന് അന്നത്തെ ആം ആദ്മിയിൽ വന്നു ചേർന്ന ആളുകൾ കുറെ പേർക്ക് ഇപ്പോഴും അതിൽപ്പെട്ടു. എല്ലാവരും കൂടി സുജാത, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് സുജാതയായിരുന്നു നമ്മുടെ മീറ്റിങ്ങുകളുടെയും അതുപോലെ തന്നെ പ്രചരണ വാഹനത്തിലെ മൈക്ക് കിട്ടുന്നതിന്റെ സാങ്ഷനും ഒക്കെ വാങ്ങിക്കാൻ പൊക്കൊണ്ടിരുന്ന സുജാതയാണ്. ആ കാര്യത്തിലൊക്കെ സുജാത വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല്, കോട്ടയം താലൂക്കിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അഡ്വക്കേറ്റ് അനിൽ ഐക്കര എന്നൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ സെലിബ്രിറ്റികൾ മത്സരിക്കുമ്പോൾ കോട്ടയം ബാറിലെ ഒരു അഭിഭാഷകൻ, കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം അഭിഭാഷകനായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷം പൂർത്തിയായി. അപ്പോൾ ആലോചിച്ച് നോക്കണം, അദ്ദേഹം അഭിഭാഷകനായി 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയം നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചത്.
അന്ന് നമ്മൾ 26,368 വോട്ട് ഇവിടെ പിടിച്ചു. നമുക്ക് ചെലവ് വന്നത് 3.5 ലക്ഷം രൂപ മാത്രമാണ്. അന്ന് ചെലവഴിക്കാൻ പറ്റുന്നത് 70 ലക്ഷം രൂപയാണ്. 40 ലക്ഷമോ 50 ലക്ഷമോ മുടക്കിയ ആളുകളുണ്ട്. അവർക്കൊക്കെ കിട്ടിയ വോട്ടും അവരുടെയൊക്കെ വ്യക്തിപ്രഭാവവും വെച്ച് നോക്കുമ്പോൾ കോട്ടയമാണ് മുൻപന്തിയിൽ വന്നത്. അങ്ങനെ ആം ആദ്മിക്ക് വേറുള്ള ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ് കോട്ടയം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. നമ്മളുടെ വോട്ടുകളുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടി പ്രവൃത്തിയെടുത്ത് ഇറങ്ങി വരാൻ, വെളിയിൽ വരാൻ ആളുകൾക്ക് അല്പവും കൂടി ഇനി സമയമെടുക്കും. കാരണം നാട്ടിലെമ്പാടും രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണിയിൽപ്പെട്ട്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ പുറകോട്ടുള്ള വഴികൾ കേട്ടുകൊണ്ട് നമ്മൾ പിന്നാക്കം മാറി നിൽക്കുകയാണ്. ഈ പിന്നാക്കം മാറി നിൽക്കുന്ന അവസ്ഥകൾ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ വന്നു കേരളത്തിലും ആം ആദ്മി ഭരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് തുടങ്ങി, വാർഡുകളിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് വന്ന് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. കാരണം ഇന്ത്യയിൽ ഇനി പ്രതീക്ഷയുള്ള ഒരു പ്രസ്ഥാനം, ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ആം ആദ്മി മാത്രമേ ഉണ്ടാകുകയുള്ളൂ.